morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യം, മനുഷ്യപുത്രനെ കുറിച്ച് ജനം എന്തെന്ന് പറയും? എല്ലാരും പല മറുപടി കൊടുത്തു. അതാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, പല മറുപടികളും. ആ മറുപടികളിലൊന്നും കർത്താവ് തൃപ്തനല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ കർത്താവിന് യഥാർത്ഥ ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്താണെന്ന് പറയും. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടി. ആ അറിവ് കിട്ടിയ പത്രോസ് പല സ്ഥലത്തും തെറ്റിപ്പോയി, വീണുപോയി, കർത്താവിനെ തള്ളി പറഞ്ഞു. ഉയർത്തെന്നിട്ട് കർത്താവിനെ കണ്ട പത്രോസ് പിന്നെയും മീൻ പിടിക്കാം, അല്ലെ? അപ്പൊ അവിടെ അത്രത്തോളം വീണുപോയ ആ അവസ്ഥയിൽ നിന്ന് പത്രോസിന്, നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ള പത്രോസിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തെ കുറിച്ചുള്ള അറിവ് അനേകർക്കുണ്ട്. മിക്കവാറും മഹാഭൂരിപക്ഷം ആളുകൾക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ്. എന്നാൽ പത്രോസിന് ജീവിതത്തെ മാറ്റിയത് യേശുവിൽ വസിച്ച ക്രിസ്തുവിന്റെ ആത്മാവ്, യേശുവിൽ ഉണ്ടായിരുന്ന പുത്രത്വത്തെ കുറിച്ചുള്ള അറിവല്ല. പത്രോസിന്റെ അകത്ത് മാറ്റം ഉണ്ടായത് പത്രോസ് ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് പത്രോസിനുണ്ടായി. ആ വെളിപ്പാടാണ് പത്രോസിനെ മാറ്റി. അതുവരെയും അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പത്രോസ് തന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. തന്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അത്ഭുതങ്ങളെ കാണാനിടയാക്കി. പക്ഷെ തന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പത്രോസ് അത്ഭുതം ചെയ്യുന്നവനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട വലിയ വെളിപ്പാടാണ് ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലിരിക്കും. അതെ, ആ വെളിപ്പാടുള്ളവരായി ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും നിങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.